നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഹാനോ പുണ്ണി സാമുവൽ. ഞാൻ ട്രിവാൻഡ്രം ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ പറ്റിയാണ്. അപ്പോൾ ദിനം പ്രതി കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ലോകാരോഗ്യ സംഘടന പറയുന്നത് കിഡ്നി രോഗത്തിൻ്റെ വ്യാപ്തി, ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന അസുഖത്തിൻ്റെ പ്രിവലൻസ് എന്ന് പറയുന്നത് 13.4% അതേപോലെ തന്നെ ഒരു രോഗി മരിക്കുവാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ എടുത്താൽ അതിൽ 7ാമത്തെ പ്രധാനപ്പെട്ട കാരണമായി ക്രോണിക് കിഡ്നി ഡിസീസ് പറയപ്പെടുന്നു. അത്രത്തോളം അത് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കിഡ്നി രോഗങ്ങൾ ഇത്രയധികം വർദ്ധിക്കുവാൻ കാരണമായത്? അതിൽ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ ഈ കിഡ്നി രോഗങ്ങളെ പറ്റിയുള്ള അവബോധം ഇല്ലായ്മയാണ്. കൃത്യമായ വിവരങ്ങൾ എല്ലാവരിലും എത്തുന്നില്ല. എന്താണ് കിഡ്നി സംബന്ധമായ ആരോഗ്യം അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങൾ ഏതവസ്ഥയിൽ വരുന്നു എന്ന ആളുകൾക്ക് അറിയുന്നില്ല. അതേപോലെ തന്നെ നിയന്ത്രണാതീതമായ ജീവിതശൈലി, ആഹാരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, വ്യായാമം ഇല്ലായ്മ, അമിതവണ്ണം ഇതെല്ലാം ഒരു കാരണമായി പറയുന്നു. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോഴും പ്രമേഹവും രക്തസമ്മർദ്ദവും തന്നെയാണ്. അമിതമായ രക്തസമ്മർദ്ദവും അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ഷുഗറിൻ്റെ അളവുകൾ അല്ലെങ്കിൽ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ട് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൂടുവാനായിട്ട് കാരണങ്ങളാകും. ഇനി പ്രധാനമായി എന്തെല്ലാം കാരണത്താൽ കിഡ്നി രോഗങ്ങൾ വരാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരാം. എനിക്ക് വരാം, നിങ്ങൾക്ക് വരാം, ആർക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കൂടുതലും ക്രോണിക് കിഡ്നി ഡിസീസുകളെ പറ്റിയാണ്. കിഡ്നി രോഗങ്ങൾ പ്രധാനമായി രണ്ടായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് ഒന്ന് അക്യൂട്ട് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നു, 2 ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നു. ഒരു രോഗിയുടെ ക്രിയാറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം 3 മാസത്തിലധികം മോശമായിരിക്കുന്ന ഒരവസ്ഥയാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കിഡ്നി രോഗങ്ങൾ വരാം. പക്ഷേ ഈ കിഡ്നി രോഗം വരുവാനുള്ള സാധ്യത ഒരാളിൽ കൂടുന്ന ചില അവസ്ഥകളുണ്ട്. അതെന്തെല്ലാം അവസ്ഥകളാണെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനം പ്രമേഹം തന്നെയാണ്. ലോങ് സ്റ്റാൻഡിംഗ് അൺകൺട്രോൾഡ് ഹൈപ്പർഗ്ലൈസീമിയ, നിയന്ത്രണാതീതമായി കുറേ കാലമായിട്ടുള്ള പ്രമേഹ രോഗം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നു. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിലോ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസുള്ള രോഗികളുടെ എണ്ണം എടുത്താൽ അതിൽ 1/3 എന്നാൽ 30% പ്രമേഹ രോഗത്താൽ കിഡ്നി സംബന്ധമായ അസുഖ ബാധിതരായവരാണ്. അതേപോലെ തന്നെ ഒരു പ്രമേഹ രോഗി അവരുടെ ആയുസ്സിൽ ഒരു 20 മുതൽ 40% വരെ കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രമേഹ രോഗം കിഡ്നി സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്? പ്രമേഹം കുറേ നാൾ നിയന്ത്രണാതീതമായി നിൽക്കുന്നു, ശരിയായി മരുന്ന് കഴിക്കുന്നില്ല, ശരിയായി അത് കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസും അനുബന്ധമായ കെമിക്കൽസും കൂടുതലായി അത് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനത്തെ അവസ്ഥയിൽ അഡ്വാൻസ് ഗ്ലൈക്കോസിലേഷൻ എൻഡ് പ്രോഡക്ട്സ് പോലെയുള്ള ചില കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ഇത് നമ്മുടെ രക്തക്കൊഴലുകളെയും നമ്മുടെ സെല്ലുകളെയും പ്രോട്ടീനുകളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ കിഡ്നിയുടെ സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് മൂലം ഉണ്ടാകുന്ന ക്രോണിക് കിഡ്നി ഡിസീസിന് കാരണമാകുന്നു. എപ്പോഴും 30% കിഡ്നി രോഗികൾ പ്രമേഹ രോഗ ബാധിതരാണ്. അപ്പോൾ പ്രമേഹമുള്ളവരാണ് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗം വരുവാൻ സാധ്യത ഉള്ളവർ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ തന്നെയാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകളുടെ എണ്ണം എടുത്താൽ 20% രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ മൂലം കിഡ്നി രോഗം വന്ന ആളുകളാണ്. അപ്പോൾ ഈ രണ്ടും ചേർത്ത് പിടിച്ചാൽ, പ്രമേഹവും രക്തസമ്മർദ്ദവും ചേർത്ത് നോക്കിയാൽ ഏതാണ്ട് 50 മുതൽ 60% കിഡ്നി രോഗികൾ ഈ 2 അസുഖത്താൽ കിഡ്നി രോഗ ബാധിതരായവരാണ്. ഇനി ബാക്കി എന്തെല്ലാം കാരണങ്ങളാണ് കിഡ്നി രോഗം വരുവാൻ സാധ്യത കൂട്ടുന്നത്? പിന്നെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പമ്പിങ് ശരിയായി നടക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലെല്ലാം കിഡ്നി രോഗം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അമിതവണ്ണം, വ്യായാമമില്ലായ്മ, അതേപോലെ തന്നെ പ്രായം 60 വയസ്സിന് മുകളിൽ വരുന്ന അവസ്ഥ, പുകയിലയോ അതുപോലത്തെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ കൂടുന്നു. അതേപോലെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ യൂസ്, പ്രത്യേകിച്ച് വേദന സംഹാരികൾ അല്ലെങ്കിൽ കിഡ്നിക്ക് ദോഷമുണ്ടാക്കുന്ന നാട്ടുമരുന്നുകൾ, ഇതെല്ലാം കഴിക്കുമ്പോൾ കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് കൂടാതെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കിഡ്നി അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലോമുറുലാർ കിഡ്നി ഡിസീസ്, നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ, അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കിഡ്നിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുറേ നാൾ ചികിത്സിക്കാതിരുന്നാൽ അത് കിഡ്നി സംബന്ധമായ രോഗമായി അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസായി മാറുന്നു. അതേപോലെ തന്നെ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസസ്, കിഡ്നിയിൽ കുറേ സിസ്റ്റുകൾ ഉണ്ടാവുക, അതേപോലെ ജനിതകമായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന കിഡ്നിയുടെ
ശരിയായ അതിൻ്റെ വികസനം നടക്കാത്ത അവസ്ഥയിലെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ സാധ്യതകൾ ഏറുന്നു. ഇതേപോലെ ക്രോണിക് കിഡ്നി ഡിസീസ് വരുവാനുള്ള സാധ്യത ഏറുന്ന അവസ്ഥകളാണ് വീണ്ടും തുടരെ സ്റ്റോൺ ഫോർമേഷൻ ഉള്ള കിഡ്നികൾ, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥ, അതേപോലെ തന്നെ കിഡ്നി ക്യാൻസറുകൾ. ഇതിലെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസ് വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. അവർക്ക് കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയുള്ളവർ കൃത്യമായി അവരുടെ ടെസ്റ്റുകൾ ചെയ്യുകയും അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കിഡ്നി ഡിസീസുകൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒരു കിഡ്നി രോഗി ആയിക്കഴിഞ്ഞാൽ അതിലെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് കൂടുതലായി കാർഡിയോവാസ്കുലർ ഡിസീസ് വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പക്ഷാഘാതം, ഹൃദയാഘാതം ഇങ്ങനത്തെ അവസ്ഥ വരുവാനുള്ള സാധ്യതയുണ്ട്. രക്തക്കുറവ്, അവരുടെ രക്തസമ്മർദ്ദം അഥവാ BP കൂടുന്നൊരവസ്ഥ, ശരീരത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുക, മെറ്റബോളിക് അസിഡോസിസ് പോലെ വന്ന് ശ്വാസം മുട്ടൽ വരുന്നൊരവസ്ഥയിലേക്ക് അവർ തള്ളപ്പെടാം. അതുപോലെ തന്നെ ശരീരത്തിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലായി വരാം. നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. കൂടുതൽ പൊട്ടാഷ്യം ഉള്ളതെല്ലാം മൂത്രത്തിലൂടെ കളയുന്ന ഒരു പ്രവർത്തനം കിഡ്നിയിലൂടെ നടക്കുന്നു. അപ്പോൾ കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുകയും അതിനാൽ ഹൃദയത്തിനും ഇടുപ്പിനെല്ലാം വേരിയേഷൻ വരുവാനുള്ള സാധ്യതകളുമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാംസപേശികളിലും എല്ലുകളിലും തേയ്മാനം വരുന്നൊരവസ്ഥയും കിഡ്നി രോഗത്താൽ ബാധിതരായവർക്ക് വരാം. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കിഡ്നി ഫെയിലിയറിലേക്കാണ് നീങ്ങുന്നത്. കിഡ്നി ഫെയിലിയർ വരുന്ന ഒരു രോഗിയിൽ എന്ന് വെച്ചാൽ രോഗം മൂർച്ഛിച്ച ഒരു കിഡ്നി രോഗിയിൽ അവർ ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റിലേക്കോ തള്ളപ്പെടുന്നു. അപ്പോൾ ഇത്രയെല്ലാം കോംപ്ലിക്കേഷൻസ് അഥവാ പ്രത്യാഘാതങ്ങൾ മനസ്സിലിരുത്തി വേണം നമ്മൾ ഈ കിഡ്നി ആരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ.